തെക്കിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന നമ്മുടെ മൂന്നാറിലെ തണുപ്പിന് ചൂട് പകരുന്ന ഒരു വിഭവത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. ചോളം നമ്മളെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാകും അല്ലേ? എന്നാൽ ചില പൊടിക്കൈകൾ ചേർത്ത് ചൂടോടെ കിട്ടുന്ന ഈ ചോളമാണ് ഇപ്പോൾ മഞ്ഞും കുളിരും തേടിയെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടവിഭവം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഫോട്ടോ പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നല്ല പ്രകൃതി മനോഹരമായ സ്ഥലം, മഞ്ഞുണ്ട്, തണുപ്പുണ്ട്. ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ ആളുകൾ തേടിയെത്തുന്ന ഒന്നാണ് ഈ ചോളം എന്ന് പറയുന്നത്. പ്രത്യേക ഒരു രുചിക്കൂട്ടാണ്. ആ രുചിക്കൂട്ട് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കടയുണ്ട്, ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് അടുപ്പിൽ വെച്ച് ചുടുന്നു, അതേ ഇതിനകത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നു. വെന്തെന്ന് തോന്നല്ലേ? വെന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അന്നോട് ചോദിക്കാം. കാരണം ഇത് എവിടുന്നാണ് വരുന്നത്? ഈ സാധനം ബാംഗ്ലൂരിലിരുന്ന് വരുന്നത്. അപ്പോൾ ഇത് തണുപ്പ് കൂടിയിരുന്ന ആൾക്കാർ ഇതൊന്നും മേടിക്കും. അതെ. എന്താ ഇതിൻ്റെ ഒരു ടെക്നിക്ക്? അതായത് ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഇത് ഉണ്ടാക്കണേ ഞങ്ങൾ ഈ മെഷീൻ വെച്ച് ഫ്ലവർ വെച്ച് ഉണ്ടാക്കും, വിറക് കത്തിച്ച്. അതെ. എത്ര സമയം വേണം ഇത് പുഴുങ്ങിയെടുക്കാൻ? 1 മണിക്കൂറാകും. ചുട്ടെടുക്കുന്നതാണോ എളുപ്പം? ചുട്ടെടുക്കുന്നത് എളുപ്പം. ആളുകൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാ, ചുട്ടെടുക്കുന്നതാണോ പുഴുങ്ങിയതാണ് ബെസ്റ്റ് ആൾക്കാർക്ക്. ഈ തണുപ്പ് കൊണ്ട് അവർ മേടിച്ച് കളിക്കും. ഇതിനകത്ത് വേറെ എന്തൊക്കെയാണ് കൊടുക്കുക? ഇതിനകത്ത് ഞങ്ങൾ ലെമണ്, ചില്ലി, നമക്ക് അത് എല്ലാം തേച്ച് അങ്ങനെ പൊങ്ങയായിട്ട് കൊടുക്കും. അതുകൊണ്ടാണ് അത് വളരെ സിമ്പിളാണ്. ഈ പുഴുങ്ങിയെടുക്കുന്നതും ചുട്ടെടുക്കുന്നതും രണ്ടിനും 2 ടേസ്റ്റാണ്. ടേസ്റ്റ് രണ്ടും ടേസ്റ്റുണ്ട്. അപ്പോൾ എന്നിട്ട് അതിലൊരു ഇത്തിരി മുളക് പൊടിയൊക്കെ തൂത്ത് നാരങ്ങയൊക്കെ തേച്ച് ഈ കൊടുക്കും. അതായത് ഈ തണുപ്പുള്ള പ്രദേശങ്ങളിൽ, ഇപ്പം മൂന്നാറൊക്കെ മേഖല എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള പ്രദേശങ്ങളിൽ, ഏരിയകൾ തണുപ്പുള്ള ഏരിയയാണ് ഇത്. കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ആൾക്കാർ മേടിച്ച് കളിക്കും. ഈ തണുപ്പുള്ളിടത്തൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സുന്ദരമായ വിഭവമാണ്. എന്തായാലും വ്യത്യസ്തമായൊരു രുചിക്കൂട്ടാണ് ഈ ചോളം എന്ന് പറയുന്നത്. മറ്റ് പ്രത്യേകിച്ച് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് പുഴുങ്ങിയെടുക്കാം. പക്ഷേ ഇത് ഇവിടെ നമ്മുടെ കേരളത്തിലില്ല അല്ലേ? കിട്ടുന്നില്ല? ഇല്ല, കേരളത്തിൽ കിട്ടില്ല. ഇത് കർണാടക. അതെ അതെ അതെ. ബാംഗ്ലൂർ, മൈസൂർ. കർണാടക, ബാംഗ്ലൂർ, മൈസൂർ, അവിടെ നിന്നാണ് ഈ സാധനം എത്തുന്നത്. വേറെങ്ങും ഇല്ല എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും ഈ സാധനം ഇപ്പം നന്നായിട്ട് വിനോദസഞ്ചാര മേഖലയിൽ ഓടുന്നുണ്ട്. ഒരു വ്യത്യസ്തമായ രുചി അനുഭവമാണ് ചോളം പകർന്നു നൽകുന്നത്. നമുക്ക് മറ്റൊരു രുചിക്കൂട്ട് തേടി വീണ്ടും യാത്ര തുടങ്ങാം. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.